ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ വെജിറ്റബിൾ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്കതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമ്മൾ അരി വേവിക്കാൻ വേണ്ടിയിട്ട് വെള്ളം വെക്കാം. അതിലേക്ക് ഒരു കഷ്ണം പട്ട, 3 ഗ്രാമ്പു, 2 ഏലക്ക എന്നിവ ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ വലിയ ജീരകം ഫുള്ളായിട്ടാണ് ഇട്ട് കൊടുക്കേണ്ടത്. എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് വലിയ ജീരകത്തിൻ്റെ പൊടിയാണ് ഞാൻ ഇട്ട് കൊടുത്തത്. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. 1 കിലോ റൈസാണ് കേട്ടോ ഞാനിവിടെ എടുത്തത്. റൈസ് നമുക്ക് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. കൈമ റൈസോ, ജീരക റൈസോ, ബസുമതി റൈസോ ഏത് ഉപയോഗിച്ചാലും കുഴപ്പമില്ല. പിന്നെ നമുക്ക് റൈസ് നന്നായിട്ട് വെന്തുടയാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറുനാരങ്ങയുടെ ഒരു ഹാഫ് അതിൻ്റെ നീരൊഴിച്ച് കൊടുക്കാം. പിന്നെ ഇത് നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടേണ്ട ഒരു 75% ആകുമ്പോൾ തന്നെ നമ്മൾ ഊറ്റിയിട്ട് മാറ്റി വെക്കണം കേട്ടോ. അപ്പോൾ നമ്മളതൊരു 75% വെന്തിട്ടുണ്ട്. അപ്പോൾ ഈ റൈസ് നമ്മൾ വെള്ളം ഊറ്റിയിട്ട് മാറ്റി വെക്കാം. ഇനി നമ്മുടെ റൈസൊക്കെ കൊള്ളുന്ന തരത്തിലുള്ളൊരു പാൻ എടുത്ത് നമുക്ക് ചൂടാക്കിയെടുക്കാം. ഇതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. 2 കഷ്ണം പട്ട, 2 ഏലം, 2 ഗ്രാമ്പു എന്നിവ ഇട്ട് കൊടുക്കാം. ഇത് ചൂടായി വരുമ്പോൾ ഇനി ഇതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഏത് വെജിറ്റബിൾ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ക്യാരറ്റ്, ബീൻസ്, ഗ്രീൻ പീസ്, ഇനിയിപ്പോൾ ബീൻസ് ഇല്ലെങ്കിൽ സാദാ പയറോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇവിടെ ഞാൻ ഒരു മീഡിയം സൈസ് ക്യാരറ്റും സാദാ നമ്മുടെ പയറുമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി പച്ചക്കറിയിലേക്ക് ആവശ്യമായ ഉപ്പ്, 2 പച്ചമുളക്, വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഒരു 1/2 ടീസ്പൂൺ മതി കേട്ടോ. അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ ഈ പച്ചക്കറി വേവാൻ ആവശ്യമായ ഒരു 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കിസ്മിസ് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്താൽ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ ചോറിന്. അതുപോലെ ഒരു തക്കാളി കുറച്ച് വലുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1.5 ടീസ്പൂൺ സുറുക്ക ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതൊക്കെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മുടെ ബിരിയാണി മസാല ഒരു 1.5 ടീസ്പൂണ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ റൈസിനൊരു മഞ്ഞ കളറൊക്കെ വേണമെന്നുള്ളവർക്ക് വേണമെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ മാറ്റി വെച്ച റൈസ് ഇതിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് ദമ്മിടണം കേട്ടോ. നമ്മൾ സാധാ ബിരിയാണി ദമ്മിടും പോലെ ഒന്ന് കുറച്ച് നേരം ഒന്ന് ദമ്മിൽ നിൽക്കേണ്ട ആവശ്യമുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ചെപ്പും പുതിനയും ചെറുതായിട്ട് അരിഞ്ഞത് കുറച്ച് ചേർത്ത് കൊടുക്കാം. കുറച്ച് നെയ്യും ഇതിൻ്റെ മേലയിലൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അടച്ച് വെച്ചിട്ടൊരു 3-4 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. നമുക്ക് ആവി ഒന്ന് പുറത്തേക്ക് വരുന്ന ആ ഒരു ടൈം വരെ ഒന്ന് വേവിക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ടൊരു 1 മണിക്കൂർ, ഒരു അരമണിക്കൂർ എന്തായാലും അവിടെ ദമ്മിൽ നിൽക്കണം. എന്നിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ നമ്മളെ ബിരിയാണി നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് ചിക്കൻ കടായോ, ബീഫ് ഗ്രേവിയോ, ബട്ടർ ചിക്കനോ എല്ലാം ഇതിൻ്റെ കൂടെ കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇത് മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞങ്ങളിന്നിവിടെ നോമ്പ് തുറക്ക് ഇതായിരുന്നു ഉണ്ടാക്കുന്നത്, റൈസും. നമ്മളിതിലേക്ക് ബീഫ് ഗ്രേവിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ആ ഗ്രേവിയുടെ റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഷോർട്സിൽ. അപ്പോൾ ജസ്റ്റ് അതൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.